ദൈവം മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം നൽകുന്നു. പഴയ നിയമത്തിൽ മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്നുള്ള വചനത്തെ പൗലോസ് അപ്പോസ്തലൻ ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ എഴുതിയിട്ട് പറഞ്ഞു, ദൈവം കാളയ്ക്ക് വേണ്ടിയാണോ ചിന്തിക്കുന്നത്, നമുക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വചനം നമുക്ക് വേണ്ടി പറഞ്ഞതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വചനം ആരാണ്, ആർക്കു വേണ്ടിയുള്ളതാണ്? തീർച്ചയായിട്ടും മൃഗങ്ങൾക്കും കാക്കക്കുഞ്ഞുങ്ങൾക്കും എല്ലാ പറവകൾക്കും എല്ലാ മൃഗങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവമാണ്. പക്ഷെ ഇവിടെ പറയുന്ന മൃഗം ആരാണ്, കാക്കക്കുഞ്ഞാരാണ്? സങ്കീർത്തകൻ പറയുന്നു, ഞാൻ കർത്താവെ അങ്ങയുടെ മുമ്പിൽ മൃഗത്തെ പോലെയായിരുന്നു. അപ്പം മൃഗമായിരിക്കുന്ന ഒരു മനുഷ്യൻ, മൃഗത്തെ പോലായിരിക്കുന്ന അതേ ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ, കാക്കക്കുഞ്ഞിൻ്റെ പോലെ ഒരു മനുഷ്യൻ. പാരമ്പര്യമില്ല, പ്രശംസിക്കാനൊന്നുമില്ല, അഴുക്കുണ്ടോ ഉണ്ട്, ക്വാളിറ്റി ഉണ്ടോ ഇല്ല, പക്ഷേ അതതിൻ്റെ ആഹാരം നൽകുന്നു. ഓരോരുത്തർക്കും വേണ്ടത് ദൈവം കൊടുക്കും. നമ്മളോർക്കും കർത്താവ് ഇതിങ്ങനെ കൊടുത്താൽ ശരിയാകും. കർത്താവിനറിയാം ഓരോരുത്തർക്ക് എന്ത് കൊടുക്കണമെന്ന്. അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, കാട്ട് കഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കും. കണ്ടോ, ദൈവം അതതിൻ്റെ ആഹാരം കൊടുത്താൽ കൊടുക്കേണ്ടത് കൊടുക്കാൻ കർത്താവിനറിയാം. ഏറ്റവും പെർഫെക്റ്റായത് കർത്താവ് തരും. കർത്താവിനോട് ചോദിക്കണം, കർത്താവിൻ്റെ അടുക്ക് വരണം, ബൈബിൾ ധ്യാനിക്കണം, കർത്താവ് ആഹാരം തരും. അത് നമ്മുടെ സ്ഥിതി മാറ്റും.